ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു നഴ്സറി വിസിറ്റിംഗ് ആണ്. ഞാനിപ്പോൾ കോഴിക്കോടുള്ള ഒരു നഴ്സറി ഗാർഡനിലാണ് ഉള്ളത്. അപ്പോൾ ഒരുപാട് ചെടികളുണ്ട്. ഇൻഡോർ പ്ലാന്റ്സ് ഉണ്ട്, ഔട്ട്ഡോർ പ്ലാന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഹാങ്ങിങ് പ്ലാന്റ്സ് ഉണ്ട്, ഫ്ലവറിങ് പ്ലാന്റ്സ് ഉണ്ട്, അതുപോലെ തന്നെ പോട്ടി മിക്സ് എല്ലാം നമുക്ക് ഒരു ഗാർഡനിൽ ഒരു നഴ്സറിയിൽ വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗാർഡനിലേക്ക് ഉള്ള എല്ലാ സാധനങ്ങളും നമുക്ക് കിട്ടുമ്പോൾ അതൊരു സന്തോഷമായിരിക്കും അല്ലേ. അപ്പോൾ അതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു നഴ്സറിയാണിത് ഇവിടെ ഉള്ളത്. അപ്പോൾ ഇവിടെ എൻട്രൻസിൽ തന്നെ കൊടുത്തിട്ടുള്ളത് കോർട്ടൺ പ്ലാന്റ് ആണ്. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ ബൊഗൈൻവില്ല പ്ലാന്റ്സ് വെച്ചിട്ടുണ്ട്. അപ്പോൾ 100 രൂപ മുതൽ 500 രൂപ വരെയാണ് കേട്ടോ ബൊഗൈൻവില്ല പ്ലാന്റ്സിൻ്റെ റേറ്റ് ഇവിടെ ഒരു കൊടുത്തിട്ടുള്ളത്. അതായത് 500 രൂപേൻ്റെ പ്ലാന്റ്സിൻ്റെ ചട്ടിയും ചെടിയും ഒക്കെ നല്ല വലിപ്പത്തിലാണുള്ളത്. നല്ല ഹെൽത്തി പ്ലാന്റും അതുപോലെ തന്നെ കുറച്ച് നല്ല മെച്ചൂറായിട്ടുള്ള പ്ലാന്റാണ് കേട്ടോ. നല്ല വലിപ്പമുള്ള പ്ലാന്റാണ് ഒരു ബൊഗൈൻവില്ല പ്ലാന്റ്സ് ഉള്ളത് കേട്ടോ. അതുകൊണ്ടായിരിക്കും 500 രൂപ ഒരു പ്രൈസ് ഇട്ടിട്ട്. പക്ഷേ 100 രൂപേൻ്റെ ഉണ്ട്, 150 രൂപ അങ്ങനെയുള്ള വിലയിലൊക്കെ നമുക്കവിടെ ബൊഗൈൻവില്ല പ്ലാന്റ്സ് കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് ചെറിയ തൈ മതിയതെങ്കിൽ നമ്മൾ 100 രൂപയൊക്കെ ഗ്രോ ബാഗിലൊക്കെ വാങ്ങാം, അല്ലെങ്കിൽ ചട്ടിയിലും 150 രൂപേൻ്റെ ഒക്കെ ഇവിടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവിധ കളറിലുള്ള പൂക്കളുണ്ട് കേട്ടോ. ബൊഗൈൻവില്ല പ്ലാന്റ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ എല്ലാ കളറും മിക്സ് ചെയ്ത് വെക്കുമ്പോഴാണ് നല്ല ഭംഗിയുണ്ടാകുക കാണാനല്ലേ. അല്ലാണ്ട് ഒറ്റയ്ക്കായിട്ട് വെക്കുന്നതിനേക്കാൾ എനിക്ക് തോന്നിയത് അങ്ങനെയാണ്. എല്ലാ കളറും നമ്മൾ മിക്സ് ചെയ്ത് വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ട്. ഒരു ചട്ടിയിൽ ഒരു കളർ മതി. അപ്പോൾ ഒരു വൈറ്റ് പൂക്കളുള്ള ചട്ടി ഒരു ഭാഗത്ത് വെച്ചാൽ പിന്നെ ഓറഞ്ച് പൂക്കൾ വെക്കുക, പിന്നെ അതിൻ്റെ അടുത്ത് പിങ്ക് അങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. പിന്നെ എല്ലാവർക്കും വരാൻ പറ്റിയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത്. ഒരു റോഡ് സൈഡിലാണുള്ളത്. അപ്പോൾ ആർക്കും ഇവിടെ വരാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഒരു പ്ലാന്റ്സിന് കണ്ടില്ല 150 രൂപ. അങ്ങനെ ഓരോന്നിൻ്റെയും വില ഇങ്ങനെ റേറ്റ്, അതായത് ഇവിടെ കൊടുത്തത് കൊണ്ട് നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇവിടെയുള്ള ഈ ഗാർഡൻ നോക്കുന്ന ആൾക്കാരോട് നമുക്ക് ചോദിക്കേണ്ട ആവശ്യമില്ല. കാരണം എല്ലാത്തിൻ്റെ റേറ്റ് ഏകദേശം അവർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെ നമ്മുടെ പൂക്കളോട് കൂടിയിട്ടുള്ള പ്ലാന്റ്സാണ്. അപ്പോൾ നമുക്കിത് വാങ്ങിയിട്ട് നമ്മുടെ വീട്ടിലൊക്കെ കൊണ്ടുവച്ച് അല്ലെങ്കിൽ ഒന്നും കൂടി നമുക്ക് റീപോട്ടിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് വളർത്താൻ പറ്റും കേട്ടോ. അത്രയ്ക്കും നല്ല ഭംഗിയായിട്ടാണ് നമ്മുടെ ഈ ഒരു ബൊഗൈൻവില്ല പ്ലാന്റ്സ് ഉള്ളത്. അപ്പോൾ നമ്മൾ പിന്നെ എന്താ പറയുക, ബൊഗൈൻവില്ല പ്ലാന്റ്സിനും കോർട്ടൺ പ്ലാന്റ്സിനൊക്കെ എന്താ വേണ്ടിയത്, റോസാ ചെടിക്കൊക്കെ നല്ല കുറച്ച് വെയിൽ വേണം. അതുകൊണ്ട് തന്നെ നമ്മൾ കടുക്കുന്ന എൻട്രൻസ് തന്നെയാണ് ഈ ചെടികളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് പെറ്റൂണിയ ചെടിയുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റോസാ ചെടിക്കൊക്കെ 100 രൂപ 50 രൂപ മുതൽ 100 രൂപയാണ് കേട്ടോ റോസാ ചെടിയുടെയൊക്കെ. അത് ഗ്രോ ബാഗിലാണ്. അപ്പോൾ 50 രൂപേൻ്റെ ഉണ്ട്, അതുപോലെ തന്നെ 100 രൂപേൻ്റെ ചെടിയുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാത്തിനും കുറച്ചൊക്കെ അധിക ചെടികൾ നന്നായിട്ട് ഫ്ലവർ ഇട്ടിട്ടുണ്ട്. ഇത് നമുക്കറിയാം നമ്മുടെ റോസാ ചെടി ചിലത് ബഡ് ചെയ്തതായിരിക്കും അല്ലേ. ബഡ് റോസായിരിക്കും, ബഡ് ചെയ്തതായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്കറിയാം ബഡ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നാടൻ റോസാ കൊമ്പിൻ്റെ മുകളിൽ ഹൈബ്രിഡ് വെച്ചിട്ടാണ് നമ്മൾ ബഡ് ചെയ്യാന്ന് പറയുന്നത്. ചില അധിക ചെടിയും അങ്ങനെയുള്ള ചെടികളാണുള്ളത്. അപ്പോൾ നമുക്കത് വീട്ടിൽ കൊണ്ട് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞിട്ട് നമുക്കത് റീപോർട്ട് ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിലുണ്ടാവും കേട്ടോ. എൻ്റെ കയ്യിലൊരു 3 റോസാ ചെടി ഉണ്ടായിരുന്നു. മുമ്പ് ഞാൻ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് റീപോർട്ട് ചെയ്തിട്ട് നമുക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ നമുക്ക് വാങ്ങാൻ പറ്റുന്ന കേട്ടോ. അപ്പോൾ റോസാ ചെടിയൊക്കെ തന്നെ കുറച്ച് വെയിൽ കിട്ടുന്ന ഏകദേശം അങ്ങനെയുള്ള ഈ ഒരു നഴ്സറിയുടെ കവാടത്തിൻ്റെ, അതായത് എൻട്രൻസ് തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ അഗ്ലോണിമ പ്ലാന്റ്സ് ആണ്. അഗ്ലോണിമ പ്ലാന്റ്സ് ഒക്കെ ഒരുപാടില്ലെങ്കിലും ഏകദേശമൊക്കെ ഉണ്ട്. പക്ഷെ നല്ല ഇതിനൊക്കെ ഒരു 300-200 രൂപേൻ്റെ റേറ്റൊക്കെ ഉള്ള അഗ്ലോണിമ പ്ലാന്റ്സ് ആണ്. പിന്നെ ഇവിടെ കുറച്ച് പോയിൻസിറ്റിയ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. പോയിൻസിറ്റിയ പ്ലാന്റ്സ് ഞാൻ ചോദിച്ചെന്താ ഇത്രയേ ഉള്ളത്. അപ്പോൾ അധികം ആൾ വന്നിട്ട് എടുക്കുന്നത് പോയിൻസിറ്റിയ പ്ലാന്റ്സ് ആണ് വാങ്ങുന്നത് പറഞ്ഞത്. നമുക്കറിയാം തണുപ്പ് കാലത്താണ് ഈ പോയിൻസിറ്റിയ പ്ലാന്റ്സിൻ്റെ ലീഫൊക്കെ ഇങ്ങനെ, ലീഫാണ് ഇതിൻ്റെ കളർ ചേഞ്ചിങ് കേട്ടോ. ഇത് ലീഫാണ്, അതിങ്ങനെ കളറ് മാറി വരുന്നത് നമ്മുടെ തണുപ്പുള്ള കാലത്താണ്. അതാണ് നവംബർ-ഡിസംബർ മാസത്തിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പോയിൻസിറ്റിയ പ്ലാന്റ്സിൻ്റെ ലീഫിനിങ്ങനെ കളർ ചേഞ്ചിങ് വരുന്നത്. അതുപോലെ നമുക്കിനിയിപ്പോൾ കാണാൻ പോകുന്നത് നമുക്കറിയാം ഒരു അഗ്ലോണിമ പ്ലാന്റിൻ്റെ കുറച്ച് കണക്ഷൻ ഉണ്ട് കേട്ടോ. അതും നല്ല വലിയ പ്ലാന്റാണ്, മദർ പ്ലാന്റ് കേട്ടോ. വലിയ മദർ പ്ലാന്റാണ്. അപ്പോൾ ആ ഒരു ചെടി നമുക്ക് പിന്നെ നമ്മളതിൻ്റെ എന്താ പറയുക, വലിയ പോട്ടുമാണ്, വലിയ ചെടിയാണ്. ചിലതിലൊക്കെ എന്താ പറയുക ഡബിൾ ഷൂട്ടൊക്കെ ഉണ്ട് കേട്ടോ. ഡബിൾ ഷൂട്ടുണ്ട്. പിന്നെ എല്ലാം ചകിരിച്ചോറിലാണ് കേട്ടോ കൂടുതലായിട്ട് ഒരു പോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ തീരെ വെയിറ്റ് ഇല്ല. നമ്മൾ ചട്ടി ഒന്ന് പൊക്കി നോക്കിയാൽ ഒട്ടും വെയിറ്റ് ഇല്ല കേട്ടോ. അപ്പോൾ അതിൻ്റെ റേറ്റ് കണ്ടാൽ നമ്മൾ നെട്ടിപ്പോകും. 1000 രൂപയാണ് കേട്ടോ അതിൻ്റെ റേറ്റ് കൊടുത്തിട്ട്. വലിയ പ്ലാന്റാണ്, മദർ പ്ലാന്റാണ് കേട്ടോ. ചിലതൊക്കെ ഇങ്ങനെ എന്തോ ഡാമേജൊക്കെ വന്നിട്ട് കിടക്കുന്നുണ്ട്. എങ്കിലും നമുക്ക് ചില ആൾക്കാരൊക്കെ എന്താ ചെയ്യുക, വലിയ ചെടി തന്നെ വാങ്ങിപ്പോകും. എന്നെപ്പോലുള്ള ആൾക്കാർ എന്താ ചെറിയ കുഞ്ഞു ചെടി വാങ്ങിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, വീട്ടിലെത്തിയിട്ട് 2-3 മാസം കഴിയുമ്പോഴേക്കും നമുക്കത് വലിയ ചെടിയാക്കിയിട്ട്, അതായത്
നല്ല പോട്ടിൽ ബുഷിയായിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. നമ്മൾ അതേ രീതിയിൽ പരിചരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കത് നല്ല രീതിയിൽ ഇപ്പോൾ എന്നാൽ ഗ്രീൻ കളറുള്ള നല്ല അഗ്ലോണിമ പ്ലാന്റ്സ് ഒക്കെ ഉണ്ട്. അതുപോലെ തന്നെ ഈ സൈഡിലൊക്കെ നമ്മുടെ ചട്ടികളാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ആന്തൂര്യത്തിൻ്റെ കുറച്ച് ഇതുണ്ട് കേട്ടോ. മിനിയേച്ചർ ആന്തൂറിയാണ് ഇവിടെ ഉള്ളത്. മിനിയേച്ചർ ആന്തൂര്യത്തിൻ്റെ വൈറ്റ്, പിങ്ക്, റെഡ് കളറിലൊക്കെ ഉള്ള മിനിയേച്ചർ ആന്തൂറിയം പ്ലാന്റ്സ് കുറച്ചുകൂടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഏകദേശം ഒരു 200 രൂപയൊക്കെ റേറ്റ് ഉള്ളൂ കേട്ടോ. ആ രീതിയിലാണ് ഇതുള്ളത്. നമുക്കറിയാം മിനിയേച്ചർ ആന്തൂര്യത്തിനൊക്കെ 300 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. പക്ഷേ ഇവിടെ ഒരു 200 രൂപക്കൊക്കെയാണ് ഇവർ കൊടുക്കുന്നത്. പിന്നെ തൊട്ടടുത്ത് തന്നെ നമ്മൾ കാണുന്നത് പാം പ്ലാന്റ് ആണ് കേട്ടോ. അത് നല്ല ഹെൽത്തി ആയിട്ടാണ്, നല്ല പച്ചപ്പോട് കൂടിയിട്ട് നല്ല ഹെൽത്തി ആയിട്ടാണ് നിൽക്കുന്നത്. നമുക്കിത് വാങ്ങിയിട്ട് നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ സിറ്റ് ഔട്ടിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇതിന് അത്രത്തോളം റേറ്റ് ഇല്ലാത്തൊരു ചെടിയാണ്. പിന്നെ ഏറ്റവും കൂടുതൽ ഇവിടെ എൻ്റെ കണ്ണുകളെ ഇങ്ങനെ അത്ഭുതപ്പെടുത്തിയത് നമ്മുടെ സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു കുറച്ച് നല്ലൊരു കളക്ഷൻ ഉണ്ട് കേട്ടോ. കാരണം നേഴ്സറി കണ്ടില്ല, എത്രത്തോളം ഇങ്ങനെ വിശാലമായി കിടക്കുന്ന ഒരു നേഴ്സറിയാണ്. ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു ഉച്ച സമയത്താണ്, അതുകൊണ്ട് തന്നെ കുറച്ച് ആളുടെ കുറവുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു ബോൺസായി ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് കേട്ടോ. ബോൺസായി നമുക്കറിയാം, ഇതൊരു കലാകാരന്മാരുടെ ഒരു കൈ വിരുന്ന് എന്നൊക്കെ പറയും പോലെ ഇതിങ്ങനെ ആക്കിയെടുക്കണം തന്നെ നല്ല പണിയുണ്ടല്ലേ. ഇതാക്കിയെടുക്കണമെങ്കിൽ തന്നെ നമ്മുടെ ചെടി കൊണ്ട് അതിൻ്റെ സ്റ്റെമ്മ് കൊണ്ടാണ് ഇവർ ഈ ഒരു രീതിയിലുള്ള അങ്ങനെ ആക്കി. ഞാൻ നോക്കുമ്പോൾ അവിടെ ചെറുതായിട്ടൊരു ആണി പോലെയൊക്കെ ഉള്ള ഇതുണ്ട്, കാണുന്നുണ്ട്, തൊട്ട് നോക്കുമ്പോൾ കണ്ടില്ലേ. എങ്കിലും നമ്മുടെ ചെടിയുടെ, അതായത് ചെടിയുടെ സ്റ്റെമ്മാണ് ഇവരിങ്ങനെ നല്ല ഭംഗിയിലാക്കി വെച്ചിട്ടുള്ളത് കേട്ടോ. ഇതിനൊക്കെ നല്ല റേറ്റും ഉണ്ട് കേട്ടോ. നല്ല റേറ്റാണ്. റേറ്റ് കൊടുത്ത് പോകും ആരായാലും. കാരണം അത്രത്തോളം നല്ല റേറ്റിലാണ് ഈ ഒരു നമ്മുടെ ബോൺസായി ചെടി ഇവിടെ ഉള്ളത് കേട്ടോ. നല്ല ഭംഗിയായിട്ടാണ് ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. കണ്ടില്ലേ, ഒരു ബോൾ പോലെ ആ സ്റ്റെം കൊണ്ട് അതിൻ്റെ ചെടീൻ്റെ കമ്പ് കൊണ്ട് തന്നെ നന്നാക്കി നമ്മുടെ എന്താ പറയുക ലക്കി ബാമ്പു പ്ലാന്റ്സൊക്കെ ഇങ്ങനെ അല്ലെങ്കിലും നമ്മൾ അതിൻ്റെ കമ്പ് കൊണ്ട് ഇങ്ങനെ നല്ല ഡെക്കറേഷൻ പോലെ ആക്കി വെച്ചിട്ട് വേരെടുപ്പിക്കാറുണ്ട്. അതുപോലെ ഈ ബോൺസായി എനിക്ക് തോന്നുന്നത് ഒരു കുറേ ചെടി നട്ട് കൊടുത്തിട്ടായിരിക്കും, ഒരു 10-12 ചെടി നട്ട് കൊടുത്തിട്ട് അതിങ്ങനെ ആക്കി എടുക്കണമെങ്കിൽ കുറച്ച് നല്ല, എനിക്ക് തോന്നുന്നു ഈ ഒരു ചെടിയൊക്കെ എനിക്ക് തോന്നുന്നു ഒരു 4-5 വർഷമായിട്ടുള്ള ചെടിയായിരിക്കും. അപ്പോൾ നല്ല ഭംഗിയിലാണ് കേട്ടോ. എനിക്ക് ഏറ്റവും ഇവിടെ ഇഷ്ടപ്പെട്ടത് നമ്മുടെ ബോൺസായി ചെടി തന്നെയാണ്. അപ്പോൾ ഇത് നമുക്കറിയാം നല്ല രീതിയിൽ നമുക്ക് കുറേ മെനക്കെട്ടാൽ മാത്രമേ, നമ്മൾ പണിയെടുത്താൽ മാത്രമേ ഈ ഒരു രൂപത്തിലായിക്കിട്ടുള്ളൂ. ഇതൊക്കെ നമ്മുടെ ഇൻഡോറിൽ അല്ലെങ്കിൽ ഔട്ട്ഡോറിലൊക്കെ സെറ്റ് നമ്മൾ വെക്കുകയാണെങ്കിൽ നല്ല ഭംഗിയിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ല ചെടിയാണ് കേട്ടോ. ഇത് അടിപൊളിയാണ്. അപ്പോൾ ബോൺസായിൻ്റെ പല ടൈപ്പിലുണ്ടാകും കേട്ടോ. നമുക്ക് ആ ബോൺസായി ചെടി ചെയ്യാൻ എല്ലാവർക്കും അറിയലുണ്ടാവില്ല. കാരണം ഇത് കണ്ടില്ലേ, ഇതിന് 6000 രൂപ കേട്ടോ റേറ്റ് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ബോൺസായി ചെടിക്ക് 6000 രൂപയാണ്. 6000 നമ്മൾ കൊടുത്തു പോകും. കാരണം ഇതിൻ്റെ ഒരു ഭംഗി അങ്ങനെയാണ്. കണ്ടില്ലേ, ഈ ഒരു ഒരു ആരോ നിൽക്കും പോലെയൊക്കെ തോന്നുന്നുണ്ടല്ലോ നമുക്ക് കാണുമ്പോൾ. നല്ല ഭംഗിയിലാണ് ആക്കിയെടുത്തിട്ടുള്ളത്. ബോൺസായിമാർ തന്നെ 50,000-ൻ്റെത് 1,00,000-ൻ്റെ ഒക്കെ ബോൺസായി, അല്ലെങ്കിൽ 2 ലക്ഷം 5 ലക്ഷത്തിൻ്റെ ഒക്കെ ഉണ്ട് കേട്ടോ. പല രീതിയിലുള്ള പല സ്ഥലത്തും ഇവിടെ ഇപ്പോൾ കാണിക്കുന്നത് ഈ 2 തരത്തിലുള്ള, ഈ 2 തരം എന്ന് വെച്ചാൽ ഇത് തന്നെ ഒരുപാടെണ്ണം ഉണ്ട്. അങ്ങനെയുള്ള ബോൺസായാണ്. 6000, അങ്ങനെ 8000, 10,000 രൂപേൻ്റെ ഒക്കെ ചെടികളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പക്ഷേ എനിക്കറിയാം VIP ടീമൊക്കെ നമുക്കിത് വാങ്ങി എന്തായാലും കൊണ്ടുപോകും. അങ്ങനെ കൊണ്ടുപോകുന്നതുകൊണ്ടാണല്ലോ അവരും അങ്ങനെ വിൽക്കുന്നത്. അപ്പോൾ നല്ല രീതിയിലുള്ള ചെടികളുണ്ട്. ഇനി നമ്മുടെ ഒരു എന്താ പറയുക സ്നേക്ക് പ്ലാന്റിൻ്റെ ഒരു കലവറ തന്നെയാണ് കേട്ടോ. കാരണം എന്തൊരു ഭംഗിയിലാണ് കേട്ടോ സ്നേക്ക് പ്ലാന്റ് ഉള്ളത്. ഡിഫറെൻറ്റ് ഇതിലുള്ള, അതായത് നല്ല വെറൈറ്റി, അടിപൊളി വെറൈറ്റി സ്നേക്ക് പ്ലാന്റ് ആണ്. നമുക്കറിയാം നമ്മുടെ സ്നേക്ക് പ്ലാന്റ് അല്ലെങ്കിൽ സർപ്പപ്പോള എന്ന് പറയുന്ന ഈ ഒരു ചെടി നമുക്കറിയാം നാസ റെക്കമെൻഡ് ചെയ്ത ചെടിയാണ്. അത് ഒരു എയർ പ്യൂരിഫിക്കേഷൻ പ്ലാന്റ് ആണ്. നമുക്ക് രാത്രി കാലങ്ങളിൽ ഓക്സിജൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പ്ലാന്റാണിത്. അതുകൊണ്ട് നമ്മുടെ ഇൻഡോർ പ്ലാന്റിൽ ബെസ്റ്റ് ഇൻഡോർ പ്ലാന്റായിട്ട് തിരഞ്ഞെടുത്തൊരു പ്ലാന്റും കൂടിയാണ് നമ്മുടെ സ്നേക്ക് പ്ലാന്റ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലുള്ളത് ഒരു 3 വിധത്തിലുള്ള സ്നേക്ക് പ്ലാന്റ് ഉള്ളൂ. ഞാനിവിടെ വന്ന് നോക്കുമ്പോൾ എൻ്റെ കയ്യിലുള്ള സ്നേക്ക് പ്ലാന്റ് അല്ല ഇവിടെ ഉള്ളത്. ഇതൊക്കെ എനിക്ക് തോന്നുന്നത് ഹൈബ്രിഡ് ഇനത്തിലുള്ള എനിക്ക് തോന്നുന്നു സ്നേക്ക് പ്ലാന്റ് ആണെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ഈ സർപ്പപ്പോള കാണുമ്പോൾ തന്നെ നല്ല ഭംഗിയിലാണ് ഉള്ളത്. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വരാൻ തോന്നില്ല. എനിക്കല്ലെങ്കിലും പിന്നെ ഒരു ഗാർഡനിൽ അല്ലെങ്കിൽ നേഴ്സറിയിൽ പോയിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫ്ലവർ ഷോക്കൊക്കെ പോയിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കത് അവിടെ നിന്ന് വരാനേ തോന്നില്ല. കാരണം നമ്മളവിടെ നിന്ന് പോകുമല്ലേ. അപ്പോൾ ഈ ചെടിയൊക്കെ കണ്ടാൽ നമ്മൾ എന്തായാലും നിന്ന് പോകും. ഇതിന് 350 രൂപയാണ് വില പറയുന്നത്. കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ഭംഗിയുള്ള പ്ലാന്റാണ് കേട്ടോ. പക്ഷേ ഇതിലെല്ലാം ഒരു 1 ഷൂട്ടാണ് കാണുന്നത്. ഒരു
ഡബിൾ ഷൂട്ട് ഒന്നുമല്ല. നമുക്കറിയാം ഈ ഒരു പ്ലാന്റ് നമുക്ക് ഇല, അതായത് ലീഫ് വെച്ചിട്ട് നമുക്ക് വെള്ളത്തിൽ വെച്ചിട്ടും അതുപോലെ തന്നെ മണ്ണിൽ നട്ടിട്ടും വേരിടിപ്പിക്കാൻ പറ്റും. അതുപോലെ നമുക്ക് ഇതിൻ്റെ തൈകൾ അടർത്തി മാറ്റിയിട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. ഇതൊക്കെ തന്നെ ചകിരിച്ചോറിലാണ് കേട്ടോ. എല്ലാം ഇവിടെ പ്ലാന്റ്സ് ചകിരിച്ചോറ്. എനിക്ക് തോന്നുന്നത് നനയ്ക്കുക അത്ര നനയ്ക്കേണ്ടിയല്ലേ. ചകിരിച്ചോറാകുമ്പോൾ നന്നായിട്ട് ഈർപ്പം കിട്ടുന്നതാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് നനയ്ക്കേണ്ടിയല്ല, അതുകൊണ്ടായിരിക്കും. പിന്നെ കലാത്തിയ പ്ലാന്റ്സിൻ്റെ കുറച്ച് സെക്ഷൻ ഉണ്ട്. നല്ല കളക്ഷൻ ഉണ്ട് കേട്ടോ കലാത്തിയ പ്ലാന്റ്സിൻ്റെ. അപ്പോൾ ഇതിനൊക്കെ 200 രൂപയാണ് കേട്ടോ. നല്ല റേറ്റ് കുറവാണ്. 200 രൂപക്കാണ് ഇതൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഒരുപാട് എന്താ പറയുക, നല്ല ഭംഗിയുള്ള കലാത്തിയ പ്ലാന്റ്സ് ഉണ്ട്. കലാത്തിയ പ്ലാന്റ്സ് നമുക്കറിയാം തീരെ വെയിൽ പാടില്ല. കുറച്ച് വെയിലടിച്ചാലും പോലും ഇലകൾ കരിഞ്ഞു പോകും. പക്ഷേ നമുക്കൊരു തയ്യൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ, നമുക്ക് 200 രൂപേൻ്റെ ഒരു തയ്യൊക്കെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, അത് നമ്മുടെ വീട്ടിൽ കൊണ്ട് നന്നാക്കി വളർത്തിയിട്ടുണ്ടെങ്കിൽ ഒരുപാട് തൈകളാക്കി എടുക്കാൻ പറ്റും കേട്ടോ. നമ്മൾ നന്നായിട്ട് പരിചരിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരുപാട് തൈകളാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അടുത്ത ഇത് കലാത്തിയ റോസിയാണ് കാണിക്കാൻ പോകുന്നത്. കലാത്തിയ റോസിയും കലാത്തിയ എന്താണ് ക്യൂട്ടി നല്ല പേരുള്ള. അപ്പോൾ ഈ ഒരു പ്ലാന്റ് ഞാൻ മുമ്പ് വാങ്ങിയിരുന്നു. ഇവിടെ നിന്നല്ല കേട്ടോ, വേറെ ഏതോ ഒരു നേഴ്സറിയിൽ നിന്ന് കലാത്തിയ റോസി വാങ്ങി. ഒരു 3-4 ദിവസം ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത് അത് നമ്മൾ അത്രത്തോളം കലാത്തിയ പ്ലാന്റ്സ് നനയ്ക്കില്ലല്ലോ. അപ്പോൾ നനവ് കുറഞ്ഞപ്പോൾ അത് ഉണങ്ങിപ്പോയി. ഇപ്പോഴും എനിക്ക് സങ്കടമാണ്. അതിന് ശേഷം ഞാൻ കലാത്തിയ റോസി, അത് റോസ് കളറിൽ ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല. കാരണം നമുക്ക് എന്തെങ്കിലും ഒന്ന് ഇഷ്ടപ്പെട്ട് വളർത്തിയിട്ട് അത് നഷ്ടപ്പെട്ട് പോകുമ്പോഴൊരു സങ്കടമല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുവരെ വാങ്ങിയിട്ടില്ല. അപ്പോൾ ഇവിടെ കലാത്തിയ പ്ലാന്റ്സിൻ്റെ 500 രൂപൻ്റെ ഉണ്ട്. 500 രൂപൻ്റെ പോട്ട് എന്ന് പറയുമ്പോൾ നല്ല ബുഷി പോട്ടാണ് കേട്ടോ. ബുഷി ആയിട്ടുള്ള പോട്ട്, നല്ല ഒരുപാട് ഷൂട്ടൊക്കെ ഉള്ള നല്ല ബുഷി പോട്ടാണ്. ഇതൊക്കെയാണ് 500 രൂപൻ്റെ. ആദ്യം കാണിച്ചത് 200 രൂപയാണ്. നമുക്ക് 200 രൂപ വാങ്ങിയിട്ട് നമുക്ക് വീട്ടിൽ 2-3 മാസം വളർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ബോട്ട് ബുഷിയാവും. ഈ ഒരു കലാത്തിയ പ്ലാന്റ്സ്, ഇപ്പോൾ കാണിക്കുന്ന കലാത്തിയ പ്ലാന്റ്സ് ഒരുപാട് ഞാൻ സെയിൽ നടത്തിയിട്ടുണ്ട്. കാരണം ഞാനൊരു 200 രൂപക്കൊരു തൈ വാങ്ങിയിട്ട് ഒരുപാട് തൈകളാക്കി ഞാൻ വിറ്റിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ നമുക്ക് നന്നായിട്ട് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയൊരു പ്ലാന്റ്സാണ്. അഗ്ലോണിമ, കലാത്തിയ, ബിഗോണിയ പ്ലാന്റ്സൊക്കെ അല്ലേ. നമുക്ക് ഒരുപാട് വരുമാനം ഉണ്ടാക്കാൻ പറ്റിയ ഇലച്ചെടികൾക്ക് അതൊരു പ്രത്യേകതയാണ്. നമുക്ക് വരുമാന മാർഗ്ഗം കൂടിയാണ് ഇലച്ചെടി. പൂക്കളുള്ള ചെടികളും നമുക്ക് വരുമാന മാർഗ്ഗമാണ്. പക്ഷേ ഇലച്ചെടികൾ നമുക്ക് പെട്ടെന്ന്, അതായത് ഒരുപാട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. അല്ലെങ്കിൽ ഒരുപാട് വെള്ളവും വളമൊന്നും ഒരുപാട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇനി അടുത്ത് ഞാൻ കാണിക്കാൻ കിടക്കുന്നത് നമ്മുടെ എന്താണ് കാറ്റക്സ് സർക്കുലൻ്റ് എന്ന് പറഞ്ഞിട്ടുള്ള പ്ലാന്റാണ്. അപ്പോൾ ഈ ഒരു പ്ലാന്റൊന്നും എൻ്റെ കയ്യിലില്ല കേട്ടോ. അപ്പോൾ നഴ്സറിയിൽ വന്നപ്പോൾ ഒരു അത്ഭുതം കാണുമ്പോൾ തന്നെ നമുക്ക് എന്താ പറയുക, ഇതൊക്കെ എന്തൊരു ഭംഗിയിലാണ് നിൽക്കുന്നത്, കണ്ടില്ല? എന്തൊരു ഭംഗിയാണ് കാണാൻ. അപ്പോൾ നല്ല ഭംഗിയിലാണ്. എല്ലാം കുഞ്ഞു കുഞ്ഞു പോട്ടിലാണ്, പക്ഷെ കാണാൻ നല്ല രസമുണ്ട്. ഇതൊക്കെ നമ്മുടെ ഇൻഡോറിൽ, അതായത് നമ്മുടെ വീട്ടിൻ്റെ ഉള്ളിലൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ കാണാൻ. നമുക്കറിയാം ഈ ചെടികൾക്കൊന്നും അധികം വെള്ളം ഒരിക്കലും പാടില്ല. നല്ല വെയിലും വേണ്ട, അധികം വെള്ളവും വേണ്ട കേട്ടോ. വെള്ളം ഒരുപാട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ചെടി ചീഞ്ഞു പോകും. അപ്പം ഇതിന് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെള്ളമാണ്. വളമൊന്നുമല്ല ശ്രദ്ധിക്കേണ്ടത്, വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചീത്തയായി പോണ പ്ലാന്റാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ഇട്ട. അപ്പോൾ ഇതിൻ്റെ തൈകൾ നമുക്കറിയാം, അങ്ങനെ അടിവശത്തുനിന്ന് നമുക്ക് തൈകൾ വരും. അപ്പോൾ നല്ല ഭംഗിയിൽ തന്നെയാണ് ഉള്ളത് കേട്ടോ. കണ്ട തൈകൾ അടിവശത്തുനിന്ന് ചെറുതായിട്ട് കണ്ടില്ലേ, ഇങ്ങനെ അതാണ് നമുക്കത് മാറ്റി നട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല രീതിയിൽ വളർത്തട്ടോ. അപ്പോൾ ഈ ഒരു സ്ഥലത്തുനിന്നും അതുപോലെ തന്നെ നേരത്തെ കണ്ട സ്നേക്ക് പ്ലാന്റ് ഉള്ള സ്ഥലത്തുനിന്നൊന്നും എനിക്ക് വരാനേ തോന്നില്ല. കാരണം അത്രയ്ക്കും ഭംഗിയായിട്ടിങ്ങനെ നമുക്കിങ്ങനെ നമ്മൾ എന്താ പറയുക, നമ്മൾ ടി വിയിലൊക്കെ കാണുന്ന ഒരു സുഖമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. കാരണം നമുക്ക് ഇങ്ങനത്തെ ചെടികളൊന്നും നമ്മൾ കാണാറില്ല. ചില വീട്ടിലൊക്കെ ഉണ്ടാവും, എൻ്റെ വീട്ടിലില്ല. അപ്പോൾ ഇങ്ങനെയുള്ള പ്ലാന്റ്സൊക്കെ നല്ല ഭംഗിയിലാണ് കേട്ടോ ഇവിടെ ഉള്ളത്. ഒരുപാടുണ്ട്. അപ്പോൾ ഒരുപാട് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഒരുപാട് ഇത് സെയിലായി പോകുന്നുണ്ട്, അതുകൊണ്ടാണ് വീണ്ടും ഒരുപാട് കൊണ്ട് വിൽക്കുന്നതെന്ന്. എനിക്ക് തോന്നുന്നു അവർ ചിലപ്പോൾ ഇറക്കുമതി ചെയ്യായിരിക്കും, അല്ലെങ്കിൽ അവിടെ നിന്ന് ഉണ്ടാക്കുകയാണോ എന്നറിയില്ല. ഉണ്ടാക്കുമ്പോഴത്തെ കുറച്ച് സ്ഥലമൊക്കെ ഉള്ളിലേക്കുണ്ട്. അപ്പോൾ എങ്ങനെയാണെന്നുള്ളത് ഞാൻ ചോദിച്ചിട്ടില്ല. അപ്പോൾ ഈ രീതിയിലാണ് ഇവിടെ. നമുക്ക് ഏതാ നോക്കേണ്ടതെന്നായിപ്പോട്ടെ, ഇതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ ഏതാ നോക്കേണ്ടതെന്നായിപ്പോയി. അപ്പോൾ ഈ നഴ്സറി എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത് ഞാൻ പറയാം. നമ്മുടെ കോഴിക്കോടുള്ള ബീച്ചിൻ്റെ മുൻവശത്ത്, അതായത് നമ്മൾ ബീച്ച് ഈ ഒരു പടിഞ്ഞാറ് സൈഡിലാണെങ്കിൽ അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലാണ് ഇലാ ഗാർഡൻ എന്നാണ് നഴ്സറിയുടെ പേര്. അപ്പോൾ അവിടെ വരുന്ന കോഴിക്കോട് ബീച്ചിൽ വരുന്ന അധികം ആളും ചെടി വാങ്ങിയിട്ടില്ലെങ്കിലും ഇത് കാണാൻ വേണ്ടിയിട്ട് സന്ദർശിക്കാൻ വരുന്ന ഒരിതാണ്. അപ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞു ഉച്ച സമയത്തായതുകൊണ്ട് ആളുകൾ കുറച്ച് കുറവാണ്. അധികം ആൾക്കാരും വന്നു പോകുന്നുണ്ട് കേട്ടോ. ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വന്നു പോയിട്ട് ഇത് കണ്ട്, ചെടി വാങ്ങാത്തവരോ ഇത് കണ്ട് ആസ്വദിച്ച് പോകുന്നവരുണ്ടാവും. ഇപ്പോൾ എല്ലാവരും ഇപ്പോൾ ചെടി വാങ്ങണമെന്നല്ല, ചില ആൾക്കാർക്ക് ഇത് എനിക്ക് കണ്ട് ആസ്വദിക്കാൻ ഒരുപാട് ഇഷ്ടം കേട്ടോ.
എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ചെടികളിങ്ങനെ കണ്ട് നിൽക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുറേ സിങ്കോണിയത്തിൻ്റെ ഒക്കെ ഉണ്ട്. സിങ്കോണിയത്തിനൊക്കെ വില കുറവാണ് കേട്ടോ. സിങ്കോണിയ പ്ലാന്റ്സ് ഒക്കെ കുറേ ഒരു ഐറ്റംസ് ഉണ്ട്. അങ്ങനെ ഒരുപാട്. അതുപോലെ തന്നെ നമ്മുടെ എന്താ പറയുക, നമ്മുടെ കലീസറിപ്പൻ്റെ ഒരു പിങ്ക് ലേഡിയാണ് കേട്ടോ. ഇത് നല്ല ഭംഗിയുണ്ട് കേട്ടോ. പിങ്ക് ലേഡി കാണാൻ നല്ല ഭംഗിയായിട്ട്, അപ്പോൾ അടിപൊളിയായിട്ടുള്ള പിങ്ക് ലേഡിയാണ് ഇത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ബുഷി പോട്ടാണ് കേട്ടോ. പോട്ടിലിങ്ങനെ ബുഷിയായിട്ടാണ് നിൽക്കുന്നത്. നമുക്കിതൊക്കെ ഒരു ബോൾ പോലെ ആക്കിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് കേട്ടോ ഇത്. അടിപൊളിയാണ്. അപ്പോൾ കണ്ടില്ലേ എന്ത് രസമാണ്. എൻ്റെ കയ്യിലുള്ളത് ഈ ഒരു കലീസറിപ്പൻ്റെ ഒരു ഗ്രീനും ഒരു എന്താ പറയുക പർപ്പിൾ കളറാണ്. ഇത് നല്ല പിങ്ക് കളറിലുള്ളതാണ്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് ഇതിനൊന്നും ഒരുപാട് റേറ്റ് ഒന്നുമില്ല കേട്ടോ. നല്ല എല്ലാ പോട്ടും നല്ല ബുഷിയാണ്. തൊട്ടടുത്ത് കാണില്ലേ, ഇതാണ് എൻ്റെ കയ്യിലുള്ളത്. അപ്പോൾ ഇവിടെ കൂടുതലുള്ളത് പിങ്ക് ലേഡിയാണ്. നല്ല ഭംഗിയിൽ തന്നെയാണ് ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് ഞാൻ നേരത്തെ ഫസ്റ്റ് തന്നെ ഞാൻ പറഞ്ഞു, നമുക്ക് നമ്മുടെ ഒരു ഗാർഡനിൽ നമുക്ക് ഏതൊക്കെ ചെടി വേണോ അതൊക്കെ ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് കേട്ടോ. കാരണം നമ്മുടെ എല്ലാ സൈസിലുള്ള ചെടികളും ഇവിടെ ഉണ്ട്. അപ്പോൾ നല്ല ഭംഗിയായിട്ട് തന്നെ നമുക്ക് അതുപോലെ കണ്ടില്ലേ, ഒരു പോട്ടിലൊക്കെ കണ്ടില്ലേ നല്ല ബുഷിയായിട്ടാണ് നിൽക്കുന്നത്. ഒരുപാട് റേറ്റ് ഒന്നും തോന്നുന്നില്ല. എങ്കിലും എനിക്ക് തോന്നുന്നത് ഫസ്റ്റ് കാണിച്ച ആ ഒരു അഗ്ലോണിമ പ്ലാന്റ്സിലാണ് 1000 രൂപ ഉള്ളത്. പിന്നെ കുറേ റബ്ബർ പ്ലാന്റിൻ്റെ പ്ലാന്റ് ഉണ്ട് കേട്ടോ അവിടെ. നല്ല കണ്ടില്ലേ, നല്ല ഇലകൾക്കൊക്കെ നല്ല കട്ടിയാണ്. സ്റ്റെമ്മ് കട്ടിങ് ചെയ്തിട്ടാണ് നമ്മൾ പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള രണ്ടോ മൂന്നോ വെറൈറ്റി ഇവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ നമ്മൾ വില ചോദിച്ചപ്പോൾ ഒരുപാട് വിലയൊന്നുമില്ല. എങ്കിലും നല്ല ഹെൽത്തി പ്ലാന്റാണ് കേട്ടോ. എല്ലാം നല്ല ഹെൽത്തി പ്ലാന്റാണ്. അപ്പോൾ ഇതിൻ്റെ ഒരുപാട് എണ്ണം ഉണ്ട് കേട്ടോ. ഈ ചെടി ഇവിടെ ഒരുപാട് എണ്ണം ഉണ്ട്. നേരത്തെ നമ്മൾ സ്നേക്ക് പ്ലാന്റ് കാണിച്ച പോലെ തന്നെ ഒരുപാട് എണ്ണം ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മുമ്പ് ഞാൻ പിന്നെന്താ പറയുക, ഒരു നഴ്സറി ടൂർ, അതായത് നഴ്സറി ടൂറോ നഴ്സറി വിസിറ്റിങ്ങോ പറഞ്ഞിട്ട് 3-4 വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കാണണം. ഒന്ന് കോഴിക്കോടുള്ള ബാമ്പു നഴ്സറിയുടെ വീഡിയോ ആയിരുന്നു, ഒന്ന് എറണാകുളത്തുള്ള ഒലീവ് നഴ്സറിൻ്റെ ഒരു വീഡിയോ ആയിരുന്നു ചെയ്തിട്ടുള്ളത്. അതുകൂടാതെ വേറെ ഇപ്പോൾ പേര് കിട്ടുന്നില്ല, അങ്ങനെയുള്ള ഒരു നഴ്സറിൻ്റെ ഒരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോസൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുക, ഒരുപാട് ചെടികളെക്കുറിച്ച് പഠിക്കാനും ഒരുപാട് പുതിയ പുതിയ ചെടികൾ കാണാനൊക്കെ പറ്റും. അപ്പോൾ അതൊക്കെ ഒന്ന് നിങ്ങൾ കാണാം. അപ്പോൾ കണ്ടില്ല, അപ്പോൾ നല്ല ഭംഗിയായിട്ട് നല്ല കട്ടിയാണ് കേട്ടോ. ഈ ഒരു റബ്ബർ പ്ലാന്റിന് നല്ലൊരു കട്ടിയാണ്, കാണാൻ നല്ല ഭംഗിയാണ്. ഇതൊരു ഔട്ട്ഡോർ പ്ലാന്റാണ്. കുറച്ച് വെയിൽ കിട്ടേണ്ട സ്ഥലത്താണ് വെക്കേണ്ടത്. അപ്പോൾ ഇത് ഇൻഡോർ പ്ലാന്റ് അല്ല, ഔട്ട്ഡോർ പ്ലാന്റ് ആണ്. നമുക്ക് നല്ല രീതിയിൽ നന്നാക്കി കണ്ടില്ലേ, കുറച്ച് നല്ല പൊക്കം വെക്കുന്ന പ്ലാന്റും കൂടിയാണ് നമ്മുടെ ഈ ഒരു പ്ലാന്റ് കേട്ടോ. അപ്പോൾ നമ്മൾ ഒന്ന് പ്രൂണിങ് ഒക്കെ ചെയ്ത് കൊടുത്താൽ നല്ല ബുഷിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് ഈ ഒരു ഇലയുടെ ആ ഒരു കളറിങ് ഒക്കെ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ 2-3 സൈസിൽ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു നഴ്സറിയിലേക്ക് കടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതാണ് വാങ്ങേണ്ടതെന്നായി പോകല്ലേ. നമ്മളെ കയ്യിലുണ്ടെങ്കിലും ചില സമയത്ത് അധികം ഞാൻ എന്താ ചെയ്യുക, എൻ്റെ കയ്യിലുള്ള പ്ലാന്റ്സ് തന്നെ വാങ്ങിക്കൊണ്ടിട്ടോ. ഇഷ്ടം കൊണ്ട് കയ്യിലുള്ള പ്ലാന്റ്സ് തന്നെ വാങ്ങും. പിന്നെ ചില നഴ്സറിലൊന്നും പോയിട്ടുണ്ടെങ്കിൽ പ്ലാന്റ്സ് വാങ്ങിയില്ല, നോക്കിയിട്ടൊക്കെ വരും. അപ്പോൾ കണ്ടില്ലേ വേറൊരു ടൈപ്പ് പറഞ്ഞില്ല, അതൊരു ഹൈബ്രിഡ് ഇനത്തിലാണെന്ന് തോന്നുന്നത്. പല എന്താ പറയുക വെരിക്കേറ്റഡ് ലീഫുള്ളതാണ് ആദ്യം കാണിച്ചത്. ഇതൊരു നല്ലൊരു വേറൊരു കളറിൽ പൊടിയൊക്കെ പാറിയിട്ടുണ്ട്. നമുക്കറിയാം ഗാർഡൻ നഴ്സറിയിൽ വെച്ച ചെടിയല്ലേ. പിന്നെ ഇതൊക്കെ ഫിലോഡെൻഡർ പ്ലാന്റ്സിൻ്റെതാണ്. ഫിലോഡെൻഡറിനാണെന്ന് എനിക്ക് തോന്നുന്നത്, അല്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ആ രീതിയിലുള്ള ഒരു പ്ലാന്റാണ്. ഇതൊക്കെ നല്ല വലിയ പ്ലാന്റാണ്, നല്ല ഹെൽത്തി പ്ലാന്റാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ വാങ്ങിയിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റാണ് കേട്ടോ. ഇതൊക്കെ വാങ്ങിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഇൻഡോറിൽ അങ്ങ് വെച്ച് കൊടുത്താൽ മതി, നമ്മളൊന്നും ചെയ്യേണ്ട. അത്രയ്ക്ക് നല്ല ഹെൽത്തി പ്ലാന്റാണ് കേട്ടോ. ഇതിൻ്റെ ഒരുപാട് കളക്ഷൻ ഇവിടെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏതൊരു പ്ലാന്റ്, ഇപ്പം ഞാൻ വന്ന് നോക്കുമ്പോൾ ഏതൊക്കെ സൈസ് പ്ലാന്റ് വേണമെങ്കിലും നമുക്ക് ഔട്ട്ഡോറിലും ഇൻഡോറിലൊക്കെ വെക്കാൻ പറ്റുന്ന എല്ലാ വിധത്തിലുള്ള പ്ലാന്റും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നമ്മളൊരു നഴ്സറിയിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ, ഒരു പ്ലാന്റ്സൊക്കെ വാങ്ങാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ പ്ലാന്റ്സിൻ്റെ ഹെൽത്തി അല്ലെങ്കിൽ ആരോഗ്യം നോക്കിയിട്ടാണ് നമ്മൾ പ്ലാന്റ് എടുക്കേണ്ടത്. ചില ചെടികളിലൊക്കെ ഒരുപാട് പൂക്കളൊക്കെ ഉണ്ടാകും, അങ്ങനെ നോക്കി നമ്മൾ എടുക്കരുത്. നമ്മൾ പ്ലാന്റ് ഹെൽത്തി ആണോ അല്ലെങ്കിൽ നല്ല ആരോഗ്യത്തോട് നിൽക്കുന്ന പ്ലാന്റ് ആണെങ്കിൽ അതാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ചിലപ്പോൾ അതിൽ പൂക്കളൊക്കെ കുറവായിരിക്കും പൂക്കളുള്ള പ്ലാന്റിൽ. അതുപോലെ നമ്മൾ ഇലച്ചെടികളാണെങ്കിൽ ഇലകളൊക്കെ ചിലപ്പോൾ ഇലകൾ കുറവുള്ളതായിരിക്കും ഹെൽത്തി പ്ലാന്റ്, അല്ലെങ്കിൽ ഇലകൾ അങ്ങനെയുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ വീഡിയോ കുറച്ചൊന്ന് ലെങ്ത്ത് കൂടുതലാണ്. അപ്പോൾ നഴ്സറീൻ്റെ എല്ലാ ഇതും കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇടുന്നത്. അപ്പോൾ കോഴിക്കോടുള്ളവർക്കും അല്ല, കോഴിക്കോട് നിന്ന് പുറത്തുള്ളവർക്കൊക്കെ നമുക്ക് വന്നിട്ട് വാങ്ങാൻ പറ്റിയ ഇതാണ്. നമുക്ക് ബീച്ച് ഒരു ഭാഗത്ത് ബീച്ചാണെങ്കിൽ മറ്റു സൈഡിലാണ് ഈ ഒരു ഇല ഗാർഡൻ ഉള്ളത്. അപ്പോൾ എല്ലാവർക്കും പെട്ടെന്ന് എത്തിപ്പെടാൻ വന്ന് വാങ്ങാൻ പറ്റിയ
നല്ലൊരു ഗാർഡനാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് പിന്നെ ഇനിയിപ്പോൾ കാണിക്കുന്നതൊക്കെ നമുക്ക് ഒരുപാട് ഔട്ട്ഡോർ പ്ലാന്റ്സ് ഉണ്ട്. തെച്ചി, അതുപോലെ തന്നെ തെച്ചിച്ചെടിയൊക്കെ കണ്ടില്ലേ, എല്ലാത്തിലും പൂക്കളുണ്ട്. അപ്പോൾ ഏത് പൂവ് നോക്കിയിട്ട്, അതായത് പൂക്കളുടെ കളർ നോക്കിയിട്ട് നമുക്ക് ഇത് കുറച്ച് വലുപ്പമുള്ള വലിയ പോട്ടിലുള്ള തെച്ചിച്ചെടിയാണ് കേട്ടോ അപ്പോൾ കാണിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടെ പിന്നെ ഇത് ലൗജീനിയ പ്ലാന്റ്സ് ഉണ്ട്. അതുപോലെ വേറെ ഒത്തിരി ചെടികളുണ്ട് കേട്ടോ. നമുക്ക് നല്ല ഭംഗിയായിട്ട് നമുക്ക് ഇതൊക്കെ ഇൻഡോറിൽ വെക്കാൻ പറ്റുന്ന ചെടികളാണ്. ഇതിൻ്റെ പേര് എനിക്കറിയില്ല, അറിയുന്നവർ അതൊന്ന് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ചൈന ഡോളുണ്ട്. അതുപോലെ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. ഒരുപാട് പ്ലാന്റ്സ് ഇങ്ങനെ ചൈന ഡോളുണ്ട്. അങ്ങനെ പേരറിയാത്ത കുറച്ച് പ്ലാന്റ്സൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയായിട്ട്. അപ്പോൾ നമുക്ക് ഒരു ഗാർഡനിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പല ചെടികളും, അതായത് നമുക്ക് ചില ഗാർഡനിലൊക്കെ ഇത്രത്തോളം ചെടികൾ ഉണ്ടാവില്ല, പക്ഷേ ഇവിടെ ഒരുപാട് ചെടികളുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വാങ്ങണമെങ്കിൽ നിങ്ങൾക്ക് നമ്മുടെ ഇല്ലാ ഗാർഡനിൽ പോയിട്ട് ചെടികളൊക്കെ വാങ്ങാം. കണ്ടില്ലേ, ഒരുപാട് പ്ലാന്റ്സാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഞാനവിടെ വന്നിട്ട് ചെടികളൊന്നും വാങ്ങാൻ നിന്നിട്ടില്ല. ഏതോ ഒരു കലാത്തിയൻ്റെ ഒരു ചെടി മാത്രമേ 200 രൂപയ്ക്ക് വാങ്ങി. കാരണം ഏകദേശം കുറച്ചൊക്കെ പ്ലാന്റ്സ് എൻ്റെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ കണ്ടില്ലേ, ഉജീനിയ പ്ലാന്റ്സിൻ്റെ ഒരുപാട് തൈകളുണ്ട്. നമുക്കറിയാം ഇതിൻ്റെ തളിരിന് റെഡിഷ് ആകും നല്ല വെയിലത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് വളർത്താൻ പറ്റിയ പ്ലാന്റാണ്. പിന്നെ കോട്ടൺ പ്ലാന്റ്, അങ്ങനെയുള്ള പ്ലാന്റ്സൊക്കെ ഇവിടേക്ക് കുറച്ച് വെയിലാണ് കേട്ടോ. ഇവിടേക്ക് മേലെ ഷീറ്റൊന്നുമില്ല, അതുകൊണ്ടായിരിക്കും ഇവർ ഈ ഒരു പ്ലാന്റ്സിനൊക്കെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ചട്ടീൻ്റെ ഭാഗമൊക്കെ അപ്പുറമായിപ്പോയി, ചട്ടീൻ്റെ പിന്നെ എടുക്കാൻ കഴിഞ്ഞില്ല. എങ്കിലും നല്ല നല്ല പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ, കാണാൻ നല്ല 250 രൂപ ആയിക്കോട്ടെ. ഇത് കണ്ടില്ല, ഇതിൻ്റെ ഒരു ഭംഗി, ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിരുന്നു, ഇപ്പോൾ പേര് കിട്ടുന്നില്ല. നല്ല കണ്ടില്ലേ, എന്തൊരു ഭംഗിയാണ്. നല്ലൊരു എന്താ പറയുക, ഒരു സിൽവർ കളറുള്ള ലീഫ് കണ്ടില്ലേ, അടിപൊളിയായിട്ടുള്ള. ഇതൊക്കെ ഇങ്ങനെ തന്നെ നമുക്ക് ബോട്ടിൽ വാങ്ങിയിട്ട് അവിടെ കൊണ്ടുപോയി വെച്ചാൽ മതി കേട്ടോ, നല്ല ഭംഗി. കണ്ടില്ലേ, ഇതൊക്കെ നമ്മുടെ കോട്ടൺ പ്ലാന്റാണ്, നമ്മളെപ്പോഴും കാണുന്ന കോട്ടൺ പ്ലാന്റ്. പിന്നെ ഇത് നമ്മുടെ കഞ്ഞിക്കൂർക്ക അല്ലെങ്കിൽ പനിക്കൂർക്ക പറയുന്നതാണ്. ഇത് 50 രൂപ കേട്ടോ, ഗ്രോ ബാഗിലാണ് ഉള്ളത്. അപ്പോൾ എല്ലാ സൈസും ഇവിടെ ഉണ്ട് കേട്ടോ, 100 രൂപൻ്റെ 50 രൂപൻ്റെ അങ്ങനെയുള്ള എല്ലാ ചെടികളുണ്ട്. കണ്ടില്ലേ, ഗാർഡൻ കണ്ടില്ലേ, ഇത്രയും നല്ല വിശാലമായി കിടക്കുന്ന ഒരു നേഴ്സറിയാണിത്. അപ്പോൾ അടിപൊളിയായിട്ടാണ് ഉള്ളത്. ഇപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടാവും, കാരണം ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ മുഴുവനും കണ്ടോട്ടെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഫുള്ളായിട്ട് കാണിക്കുന്നത്. കണ്ടില്ലേ, വലിയ പോട്ടിലുള്ള നമ്മുടെ ഇതുണ്ട്. ഇവിടെ ഞാൻ ചൈനീസ് കോട്ടൺ പ്ലാന്റ് കണ്ടിട്ടില്ല കേട്ടോ, അതില്ല എന്ന് തോന്നുന്നു, ഞാൻ കണ്ടിട്ടില്ല. ചൈനീസ് കോട്ടൺ പ്ലാന്റ് ഞാൻ കണ്ടിട്ടില്ല. എങ്കിലും ഒരുപാട് നമുക്ക് കണ്ടില്ല, ഒരുപാട് ചെടികളുണ്ട്. അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് കേട്ടോ, അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്ലാന്റ്സിനെ കണ്ടാൽ നമുക്ക് പിന്നെ വിശപ്പും ദാഹമൊന്നും തോന്നൂല, നല്ല ഭംഗിയായിട്ട് തന്നെ. അപ്പോൾ എല്ലാവരും എല്ലാ വീഡിയോയും കാണാം. എൻ്റെ മുമ്പ് ഞാൻ ചെയ്തിട്ടുള്ള വീഡിയോസൊക്കെ ഒന്ന് കാണാം. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ആദ്യം കാണിച്ചതിനേക്കാളും കുറച്ചും കൂടി വലിപ്പമുള്ള പോട്ടിൽ വെച്ചിട്ടുള്ള പിന്നെ പിങ്ക് ലേഡി പ്ലാന്റ്സ് ആണ് കേട്ടോ. അത് കുറച്ചും കൂടി വലിപ്പം കൂടുന്നതിനനുസരിച്ച് നമുക്കറിയാം റേറ്റും കൂടും. അങ്ങനെയുള്ള പ്ലാന്റാണ്. കുറേ പ്ലാന്റ്സും ഇവിടെ ചിലവാകുന്നുണ്ട് കേട്ടോ, നല്ല രീതിയിലൊക്കെ ചിലവാകുന്നുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ട് നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വീട്ടിലേക്കുള്ള ഇൻഡോർ പ്ലാന്റ്സും ഔട്ട്ഡോർ പ്ലാന്റ്സും ഹാങ്ങിങ് പ്ലാന്റ്സും അതുപോലെ തന്നെ ഫ്ലവറിങ് പ്ലാന്റ്സൊക്കെ ഒരു നഴ്സറിയിൽ വന്നിട്ട് വേറെ നമുക്ക് നമ്മൾ പറയാറില്ല, ചില കടകളിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ എല്ലാ സാധനവും കിട്ടും, സൂപ്പർ മാർക്കറ്റിലൊക്കെ പോയാൽ. അതുപോലെ ഈ നഴ്സറിയിൽ വന്നിട്ട് നമുക്ക് എല്ലാ സാധനവും കിട്ടും കേട്ടോ. ഇവിടുന്ന് ഞാൻ സാഫ് വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒക്കെ വാങ്ങാൻ നമുക്ക് പൊട്ടി മിക്സൊക്കെ അവിടെ നിന്ന് വാങ്ങാൻ പറ്റും. കണ്ടില്ല, നല്ല ഭംഗിയായിട്ടുള്ള ഒരുപാട് പ്ലാന്റ്സ് ഉണ്ട്, ഒരുപാട്. അപ്പോൾ ഇത് കാണിക്കുമ്പോൾ തന്നെ ഇപ്പം തന്നെ വീഡിയോൻ്റെ ലെങ്ത്തൊക്കെ കൂടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ബോറടിക്കുക. ഇതിൻ്റെ ഇലകളൊക്കെ കണ്ടില്ല, എന്ത് രസമാണ്. ഇത് ഫിലോഡൻഡർ പ്ലാന്റ് ആണെന്ന് തോന്നുന്നത്. ഇതിൻ്റെ ശരിക്കുള്ള പേരെനിക്കറിയില്ല. ഓരോ പ്ലാന്റ്സിനും ഓരോ പേരുണ്ടാകല്ലോ. അപ്പോൾ ഇത് നല്ല ഭംഗിയായിട്ടാണ് കേട്ടോ. ഇതൊക്കെ നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ല പ്ലാന്റാണ്. അടിപൊളിയായിട്ട് നമുക്ക് ഇൻഡോറിൽ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ഗാർഡനിൽ വന്നിട്ട് ഞാൻ തിരിച്ച് പോകാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് വേറെ ആളില്ല, അതുകൊണ്ടാണ് ഇങ്ങനെ വീഡിയോ എടുത്തത്. അല്ലെങ്കിൽ എന്നെയും കൂടി കാണിക്കാമായിരുന്നു. കണ്ടില്ലേ, ഇല്ല, നല്ല റെഡ് കളർ. ഇപ്പോൾ അഗ്ലോണിമ പ്ലാന്റ്സിൻ്റെ ലീഫൊക്കെ പോലെ തോന്നുന്നല്ലേ, കണ്ടിട്ട് അടിപൊളിയായിട്ടുള്ള പ്ലാന്റിനെ പോലെ തോന്നുന്നുണ്ട്. നല്ല ഭംഗിയുള്ള, ഇതിനൊക്കെ കുറച്ച് റേറ്റ് ഉണ്ടാവും കേട്ടോ, കാരണം നല്ല വലിയ പോട്ടിലുള്ള വലിയ ചെടിയാണ്. നല്ല ഭംഗിയായിട്ടുള്ള ചെടിയും കൂടിയാണ് കേട്ടോ. ഇതൊക്കെ കണ്ടില്ലേ, എന്ത് രസമാണ് കാണാൻ. ഓരോ പ്ലാന്റ്സും നമുക്ക് നല്ല രസമുണ്ട് കേട്ടോ കാണാൻ, അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്.
നമ്മൾ ഏതൊരു ചെടി നമുക്കറിയാം വെയിലത്ത് വെക്കുന്ന ചെടികളെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നാൽ വെയിലത്ത് തന്നെ സെറ്റ് ചെയ്യുക. തണലത്ത് വെക്കേണ്ട ചെടികളെ തണലത്ത് തന്നെ വെക്കുക. ഇൻഡോറിൽ വെക്കേണ്ട ചെടികളെ നമ്മൾ ഇൻഡോറിൽ തന്നെ വെക്കുക. ഹാങ്ങിങ് ആയിട്ട് വെക്കേണ്ട ചെടികൾ ഹാങ്ങിങ് ആയിട്ട് തന്നെ വെച്ച് കൊടുക്കുക. അങ്ങനെയൊക്കെ വെച്ച് കൊടുത്ത് അതുപോലെ തന്നെ കറക്റ്റായിട്ടുള്ള പോട്ടി മിക്സ് കറക്റ്റ് നമ്മൾ അതിനുള്ള വേണ്ട വെള്ളം ഒഴിച്ചു കൊടുക്കുക. വേണ്ട രീതിയിലുള്ള നമ്മൾ ഫെർട്ടിലൈസറും ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏത് ചെടി നമ്മൾ ഈസി ആയിട്ട് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഒരു ചെടി വാങ്ങിയിട്ടുണ്ടെങ്കിൽ 50 ചെടിയാക്കാന്നൊക്കെ പറയല്ലേ, അതുപോലെ നമുക്ക് ചെയ്യണമെങ്കിൽ നമ്മൾ നമ്മുടെ ചെടികളെയൊക്കെ നല്ല രീതിയിൽ പരിപാലിച്ചാൽ മാത്രമേ നമുക്ക് ഇപ്പോൾ നേഴ്സറിക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യം നമ്മൾ ഇവിടുന്ന് ചെടി വാങ്ങിക്കൊണ്ടുവന്ന് നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് തുടങ്ങിപ്പോവും. പക്ഷേ നമ്മൾ നന്നായിട്ട് ശ്രദ്ധിച്ചിട്ട് ഉണങ്ങിപ്പോകുമ്പോൾ നമുക്ക് സങ്കടം ഉണ്ടാകുക. അല്ലാതെ നമ്മൾ നോക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചെടികളൊക്കെ നന്നായിട്ട് നമുക്ക് ഹെൽത്തി ആയിട്ട് വളർത്താൻ എടുക്കാൻ പറ്റും. പിന്നെ നമുക്ക് അത് അടിപൊളിയായിട്ട് നമ്മുടെ ഗാർഡനിൽ സെറ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. കണ്ടില്ലേ, ഓരോ ചെടി നോക്കുമ്പോഴും നല്ല ഭംഗിയായിട്ടുണ്ടല്ലേ. അപ്പോൾ കാണിക്കുമ്പോൾ എനിക്ക് തന്നെ തോന്നുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ബോറടിക്കുമോ എന്നൊരു സംശയമുണ്ട്. എങ്കിലും നിങ്ങൾ കാണണം. നിങ്ങൾക്ക് ഏതെങ്കിലും അടുത്തുള്ള കോഴിക്കോട് അടുത്തുള്ളവർക്കൊക്കെ എല്ലാ ഗാർഡനിൽ പോയിട്ട് നിങ്ങൾക്ക് വാങ്ങാനും പറ്റും. ഞാൻ അവരോട് ചോദിച്ചു നിങ്ങൾ സംസാരിക്കുമെന്ന് വെച്ചപ്പോൾ അവർക്കത് പറ്റുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ തന്നെ എടുത്തതാണ് വീഡിയോ. അവരൊന്ന് സംസാരിച്ച ചെടികളുടെ പേരും റേറ്റും ഒക്കെ പറയുകയാണെങ്കിൽ കുറച്ചും കൂടി രസം ഉണ്ടാവുമായിരുന്നു. പക്ഷെ എന്തായാലും നിങ്ങൾ കാണാം. ഇപ്പോൾ കുറച്ച് ആ പേരൊക്കെ അങ്ങനെ ഗാർഡനിൽ വന്നിട്ടുണ്ട്. ബീച്ചിൽ വരുന്നവരൊക്കെ ഇവിടെ വന്നിട്ട് സന്ദർശിച്ചിട്ട് പോകുന്ന ഒരു രീതിയാണ് ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളത്. അപ്പോൾ എന്തായാലും വന്ന് നോക്കി പോകും. കാരണം ചെടികളെ ഇഷ്ടമുള്ളവർ എന്തായാലും നമുക്കറിയാം. കുറച്ച് ബിഗോണിയൻ്റെ സെക്ഷനാണ് കേട്ടോ. അത് ലാസ്റ്റിലേക്കായിപ്പോയി ഞാൻ കണ്ടത് ബിഗോണിയ സെക്ഷനാണ്. അതിനൊക്കെ 100 രൂപ അങ്ങനെയുള്ള റേറ്റൊക്കെ ആണുള്ളത്. ഇത് മതി നമുക്ക് വാങ്ങിയിട്ട് നമ്മളൊരു വലിയ പോട്ടിലേക്ക് ആക്കിയിട്ടുണ്ടെങ്കിൽ തിക്കായിട്ട് നല്ല ബുഷിയായിട്ട് വളരും കേട്ടോ. പക്ഷേ ബിഗോണിയ പ്ലാന്റ്സൊക്കെ വളർത്തുമ്പോൾ വെള്ളമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. വെള്ളം കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ വാങ്ങിയ പൈസ വെറുതെ ആയിപ്പോകും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ